ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ ഒക്കെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ സംശയം എൻ്റെ ഈ വീഡിയോ കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് എൻ്റെ പോക്കറ്റ് അപ്പം ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ഒരു വിൻഡോയാണ് അതാണ്ടിത്. ഇങ്ങനെ ഒരു വിൻഡോയാണ് എൻ്റെ ഫോണിൽ കാണുന്നത്. നിങ്ങളുടെ ഫോണിലും സെയിം ഇതേപോലെ തന്നെയുള്ള വിൻഡോ ആയിരിക്കും കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റേത് ഓപ്പൺ ആക്കുമ്പോൾ താഴ്വശത്ത് ഹോം, മൈ ലൈബ്രറി, മൈ സ്റ്റോർ, മൈ സ്പേസ് ഇങ്ങനെ 4 ഓപ്ഷൻസാണ് ഉള്ളത്. മുകളിൽ ഒരു സെർച്ച് ബാറും അതുപോലെ തന്നെ ഒരു തീയുടെ പടവും കാണും. കണ്ടോ? നിങ്ങളുടെ ഫോണിലും മുകളിൽ വലതുവശത്ത് നോക്കാമെങ്കിൽ ഇങ്ങനെ കാണാതിരിക്കത്തില്ല. അങ്ങനെ കാണാത്തവർ ഒന്നുകിൽ പോക്കറ്റ് അപ്പം അപ്ഡേറ്റ് ചെയ്യുക, അതല്ല എങ്കിൽ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആക്കുക. ഇപ്പോൾ എല്ലാ പോക്കറ്റ് എഫിലും ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡെയിലി സ്ട്രിക്സ് എന്ന് പറയുന്ന സംഭവം. എനിക്കിപ്പോൾ 15 കോയിൻസ് വരെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി എനിക്ക് 15 കോയിൻ കിട്ടുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല ഇതുവരെ. ഒരു കലണ്ടർ പോലെ ഇങ്ങനെ കാണിക്കും, കണ്ടോ? അപ്പോൾ ഇത് കണ്ടോ, കലണ്ടർ പോലെ കാണിക്കും. ഇവിടെ കണ്ടോ, മന്തെല്ലാം കാണിക്കും, ഓരോ ദിവസവും നമ്മൾ ഏൺ ചെയ്യുന്നതും കാണിക്കും. അപ്പം ഡെയിലി സ്ട്രീക്സ് എന്താണെന്നുള്ളത് ഈ താഴ്വശത്ത്, ഈ കോയിൻസിൻ്റെ താഴ്വശത്താണ്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എന്താ വെച്ചാൽ അവർ പ്ലേ ചെയ്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കാണാം. ഇത് കണ്ടോ, 1, 2, 3, 4 ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമുക്ക് കോയിൻസ് കിട്ടുന്നു. അത് 2 കോയിനാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ആദ്യമായി കിട്ടിയത് 2 കോയിനാണ്. അങ്ങനെ വന്നിട്ട് 7ാമത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ്സ് അവർ തരും. അങ്ങനെ പോയി പിന്നെ 8ാമത്തെ ദിവസം ഇപ്പം നമുക്ക് 2 കോയിൻ വെച്ച് കിട്ടിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ 7ാമത്തെ ദിവസം 5 കോയിനായിരിക്കും കിട്ടുന്നത്. എനിക്ക് 7ാമത്തെ ദിവസം വന്നപ്പോൾ 5 കോയിനാണ് കിട്ടി. പിന്നെ 8ാമത്തെ ദിവസം 5 കോയിന്, 9ാമത്തെ ദിവസം 5 കോയിന്, അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ഓരോ വീക്ക് കഴിയുമ്പോഴും അവർ ചിലപ്പോൾ 1 കോയിൻസ് കൂട്ടും, 2 കോയിൻസ് കൂട്ടും. അങ്ങനെയാണ് നമുക്ക് റിവാർഡ്സ് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് 15 കോയിൻസാണ് പെർ ഡേ കിട്ടുന്നത്. എന്നിരുന്നാലും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് 15 കോയിൻ കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു റിവാർഡും ഇതുവരെയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു 15 കോയിൻ വരെ കിട്ടാറുള്ളെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും 15 കോയിനിന് മേലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ വന്നിട്ട് ഇതെന്താണ് സംഭവം എന്ന് പറയുന്നത്, 43ാമത്തെ ദിവസം വരുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിയ ഒരു എഫമിൻ്റെ എംബ്ലം കാണിക്കുന്നുണ്ടല്ലേ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ട് വന്നിട്ട് ഒരു ദിവസം നമ്മൾ മിസ്സാക്കി. ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് ഈ 43ാമത്തെ ദിവസം നമ്മൾ മിസ്സാക്കി. അപ്പോൾ ഇതുവരെ നമുക്ക് ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 43ാമത്തെ ദിവസം നമ്മൾ മിസ്സാക്കിയെങ്കിൽ പിന്നെ അടുത്ത ദിവസം 44ാമത്തെ ദിവസം നമുക്ക് കിട്ടുന്നത് ഈ 1ാമത്തെ ദിവസം എത്ര കോയിനാണോ കിട്ടിയത് അതാണ്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു സർക്കിളായിട്ട് പോകുമ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ഏത് ദിവസമാണോ മിസ്സാക്കുന്നത് ആ ദിവസം വരുമ്പോൾ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സർക്കിൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? ആ രീതിയിലാണ് ഈ ഡെയിലി സ്ട്രീക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി സ്ട്രീക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ജസ്റ്റ് തരുന്ന ഒരു റിവാർഡ്, അത്രയേ ഉള്ളൂ. നമ്മൾ പോക്കറ്റ് എഫ് ഒരു ദിവസം പ്ലേൻ ചെയ്താൽ, ഇപ്പം ഞാൻ പോക്കറ്റ് എഫ് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് ഡെയിലി സ്ട്രീക്സിൻ്റെ കോയിൻസ് കിട്ടിയിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഓഡിയോ പ്ലേ ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഇതുവരെയും ഒന്നും പ്ലേ ചെയ്തിട്ടില്ല. അപ്പോൾ ഡെയിലി സ്ട്രീക്സ് എങ്ങനെയാണ് നമുക്ക് കോയിൻസ് കിട്ടുന്നത് കാണിച്ചത്. ഇത് ഞാനിപ്പോൾ 1ാമത് കിടക്കുന്ന ഈ ഒരു സ്റ്റോറി തന്നെ ഓപ്പൺ ചെയ്യാം. അർജുൻ ദ വാരിയർ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണിത്. നമുക്ക് കോയിൻ കിട്ടുന്ന ഒരു വഴിയാണ്, നമ്മളൊരു സ്റ്റോറി കംപ്ലീറ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 കോയിൻസ് വെച്ച് കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു സ്റ്റോറി മാത്രം കേട്ടപ്പോൾ കിട്ടിയിട്ടില്ല. മാസ്റ്റർ എന്ന് പറയുന്നൊരു തമിഴ് സ്റ്റോറി ഉണ്ട്, അതിൻ്റെ മലയാളമാണ് ഇവിടെ ഹീറോ എന്ന് കാണുന്ന ഈ സ്റ്റോറി. ഇതിൻ്റെ തമിഴ് വെർഷനാണ് ഞാൻ കേട്ടത്. അതിന് മാത്രം എനിക്ക് കോയിൻസ് കിട്ടിയിട്ടില്ല. വേറെ ഞാൻ 1-2 സ്റ്റോറീസ് കേട്ടത്, എനിക്ക് മലയാളം സ്റ്റോറീസ് കേട്ടതിൽ എനിക്ക് 100 കോയിൻസ് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ആദ്യം കാണുന്ന ഈ അർജുൻ എന്നുള്ള സ്റ്റോറി തൊടുകയാണ്. അപ്പോൾ ഈ സ്റ്റോറി തൊടുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി ഞാൻ കേട്ട എപ്പിസോഡ് വരെ ഉള്ളത് കാണിച്ചു. അപ്പം അങ്ങനെയല്ല, ഇന്നലെ കേട്ട ഇത് കാണിക്കുന്നു, അവിടെ നിന്ന് തീർന്നു. ഇന്നത്തെ ഇത് ഓപ്പൺ ആക്കിയ ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതിൻ്റെ താഴെ കാണുന്നത്
ഇത് കണ്ടോ, എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഷെയർ ആക്സസ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, എൻജോയ് ദിസ് ഷോ ടുഗദർ എന്നുള്ള ഓപ്ഷനുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ കൂടെ തന്നെ 5 പേർക്ക് ഈ ഒരു പോക്കറ്റ് എഫ് എം തന്നെ ഷെയർ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു നമ്പറിലാണല്ലോ നമ്മൾ, ഒരു ഫോൺ നമ്പർ വെച്ചിട്ടാണല്ലോ നമ്മൾ പോക്കറ്റ് എഫ് എം ആഡ് ചെയ്യുന്നത്. ആ നമ്പർ വെച്ച് തന്നെ 5 ഫോണിൽ നമുക്ക് ഈ പോക്കറ്റ് എഫ് എം തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ആക്കുന്ന സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഈ അർജുൻ എന്നുള്ള ഈ സ്റ്റോറി തന്നെയാണെങ്കിൽ 77 അല്ലെങ്കിൽ 79 എപ്പിസോഡ് ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 79 എപ്പിസോഡും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടിലും അൺലോക്ക് ആകും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 എപ്പിസോഡ് അത്രയൊക്കെ അല്ലേ അൺലോക്ക് ആകും. അതാണ് അങ്ങനെ ആക്കുന്നതിൻ്റെ ഒരു പ്രയോജനം, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അങ്ങനെ ആക്കുന്നതിന് മെയിൻ അക്കൗണ്ടിൽ കൂടെ മാത്രമേ നമുക്ക് കോയിൻസ് ഏൺ ആകത്തുള്ളൂ. മറ്റേ സബ് അക്കൗണ്ടിൽ കൂടെ നമുക്ക് കോയിൻസ് ഏൺ ആവത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒരു ഫോൺ നമ്പർ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോക്കറ്റ് എഫ് എമ്മിൽ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന അക്കൗണ്ടിൽ മാത്രമേ നമുക്ക് കോയിൻസ് ഏൺ ആകത്തുള്ളൂ. മറ്റേ സബ് അക്കൗണ്ടിലൊന്നും ഏൺ ആകത്തില്ല. അതുപോലെ തന്നെ താഴ്വശത്ത് എനിക്ക് കാണുന്നുണ്ട് അൺലോക്ക് 2 മോർ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് ബാച്ച് 2 ആടെന്ന് പറഞ്ഞ് ദാണ്ട് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ 2 മോർ എപ്പിസോഡിന് 2 ആഡ് കാണാൻ പറയുന്നത്. ഇവിടെ 80ാമത്തെ എപ്പിസോഡ് ഓപ്പൺ ആകണമെങ്കിൽ 1 കോയിൻ കൊടുക്കണം. 81ാമത്തെ കോയിൻസ് അല്ല 81ാമത്തെ എപ്പിസോഡ് ഓപ്പൺ ആകണമെങ്കിലും 1 കോയിൻസ് കൊടുക്കണം. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്, 2 ആഡ് കാണിക്കുന്നത്. അതേസമയം ഈ 81ാമത്തെ എപ്പിസോഡ് ഓപ്പൺ ആകണമെങ്കിൽ 5 കോയിൻസ് ആണെങ്കിൽ അങ്ങനെ കാണിക്കത്തുള്ളായിരുന്നു. 5ഉം മുകളിലത്തെ 1 6, 2 മോർ എപ്പിസോഡ് 6 ആടെന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് ഓരോ എപ്പിസോഡായിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് എക്സ്ട്രാ 10 കോയിൻസ് കിട്ടുന്നുണ്ടായിരുന്നു. 10 കോയിൻ കിട്ടുമ്പം അതിനനുസരിച്ച് നമുക്ക് ഒരു എപ്പിസോഡ് മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുള്ള രീതിയായിരുന്നു കിടന്നത്. എൻ്റെ മുൻപുള്ള വീഡിയോകൾ ചെക്ക് ചെയ്താൽ കാണണം, നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇനി നമുക്ക് വേറെ 2 കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്, ഞാൻ കാണിച്ചാൽ. ഇപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഓപ്പൺ ആക്കുമ്പോൾ അർജുൻ ദ വാര്യർ ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. ഇതിൻ്റെ തുടക്കം എടുക്കണം. അതായത് ഇതാണ് ഇതിൻ്റെ തുടക്കം. ഇതിൻ്റെ മുകളിൽ ഇത് കണ്ട് എപ്പിസോഡിൻ്റെ പേര് കഴിഞ്ഞിട്ട് ന്യൂ എപ്പിസോഡുകൾ ഡെയിലി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്നോട് ആരോ ചോദിച്ചായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം വന്നായിരുന്നു. അത് പറഞ്ഞു തരാം. സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായത് മൈ ലൈബ്രറിയിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാകാം ചോദിച്ചതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് ചോദിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് മനസ്സിലാവും. ഈ ഒറ്റ വാക്കിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു രീതിയിലായിരിക്കും. അതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഈ സൈഡിൽ ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു അധിക ചിഹ്നം കണ്ടോ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഞാനിപ്പം മാറ്റിയതാണ്. ഒരു പ്ലസ് ചിഹ്നം കണ്ടോ, ആ പ്ലസ് ചിഹ്നത്തെ ഒന്ന് തൊടുക, അപ്പോൾ അവിടെ ഒരു ശരി വീഴും. അത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മുടെ മൈ ലൈബ്രറിയിൽ ഇത് ആഡാകും. അൺസബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ശരി ഒന്നുകൂടെ ചെയ്താൽ മതി. അപ്പോൾ റിമൂവ് ഫ്രം ലൈബ്രറിയും ചോദിക്കും, റിമൂവ് അടിച്ചാൽ മതി, പോകും. ഇതിപ്പോൾ ഞാനിപ്പം ആഡ് ചെയ്യുകയാണ്. ഈ മൈ ലൈബ്രറിയിൽ ഇത് വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ തന്നെ കാണുന്നു കണ്ടോ, അർജുൻ ദ വാര്യർ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഇനിയും അടുത്തതായിട്ട് ഇപ്പം ബാക്കി കാണിക്കാൻ പോകുന്നത് വേറെ, ഇനി ഇതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇതെൻ്റെ ഈ മുകളിൽ ഓൾ എപ്പിസോഡെന്ന് പറഞ്ഞ് കാണുന്നത് ഇതിൻ്റെ എപ്പിസോഡുകൾ നമ്മൾ അൺലോക്ക് ചെയ്യുന്നതും തുറക്കുന്നതും. ഇപ്പോൾ 1 മുതൽ 20 വരെ എപ്പിസോഡ്, അങ്ങനെ മുതൽ ഇപ്പോൾ 155ാമത്തെ എപ്പിസോഡ് വരെ അവരിത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, 186ാമത്തെ എപ്പിസോഡ് കമ്മിങ് സൂണാണ്. 155 എപ്പിസോഡ് വരെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. 156ാമത്തെ എപ്പിസോഡിന് നമ്മുടെ കോയിൻ ഉണ്ടെങ്കിലും കാര്യമില്ല, നമുക്ക് കിട്ടത്തില്ല. നമ്മൾ നോക്കി ഇരുന്നിട്ടേ കാര്യമുള്ളൂ. കാരണം ഞാൻ കേൾക്കുന്ന 2-3 എപ്പിസോഡ് ഇതേ അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് അവർ അടുത്ത ദിവസം റിലീസ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതാണ് അതിൻ്റെ കാര്യം. ഈ എനിക്കിപ്പോൾ ഡെയിലി സ്ട്രീക്സ് എങ്ങനെയാണ് കയറുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ 79ാമത്തെ എപ്പിസോഡ് ഓപ്പൺ ചെയ്യുവാണ്. കണ്ടോ, ഇത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ ഡെയിലി സ്ട്രീറ്റ്സിൻ്റെ എപ്പിസോഡ് കോയിൻസ് കയറുന്നത് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത്രയും ദിവസം വലതുവശത്ത് മുകളിൽ കാണിക്കുന്നത് അത്ര ദിവസം ആയി എനിക്ക് കിട്ടുന്നതെന്നും കോയിൻസ് മേലോട്ട് പോകുന്നത് അത്രയും കോയിൻസ് കിട്ടിയെന്നും 15 കോയിൻ കിട്ടിയെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ തൊട്ടേക്കുന്നത് സ്പീഡാണ്. അത് സ്പീഡ് 1x വെച്ച് കേൾക്കാം.
അതുപോലെ തന്നെ 2x വരെ വെച്ച് കേൾക്കാം. നോർമൽ 1x ആണ് 1.25, അങ്ങനെ 2x വരെ സ്പീഡിൽ കേൾക്കാം. പിന്നെ ഈ സ്ലീപ്പ് ടൈമർ ഡൗൺലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഈ കേൾക്കുന്ന സ്റ്റോറി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പം നെറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിന് പോക്കറ്റ് എഫ് എം എനിക്ക് നല്ലതായിട്ട് നെറ്റ് ആവുന്നുണ്ട്. നെറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഡൗൺലോഡ് ഓപ്ഷനെ ഞെക്കി ഡൗൺലോഡ് ആക്കി വെച്ചാൽ നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റും. ഓഫ്ലൈനായിട്ട് തന്നെ കേൾക്കാൻ പറ്റും. നമ്മളത് സാധാരണ കേൾക്കുന്ന പോലെ തന്നെ കേട്ടാൽ മതി. പിന്നെ കമൻസ് അറിയാമല്ലോ, നമുക്ക് കമൻസ് ഇട്ട് കൊടുക്കുന്നത് അത് സംഭവം അറിയാമല്ലോ. പിന്നെ സ്ലീപ്പ് ടൈമറുണ്ട്. സ്ലീപ്പ് ടൈമർ എനിക്കൊരു ഉപകാരമുള്ള കാര്യമാണ്. നിങ്ങൾക്കും ചിലപ്പോൾ ഉപകാരം, രാത്രിയിലൊക്കെ കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും. സ്ലീപ്പ് ടൈമർ വെച്ചിട്ടല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ട് നിർത്തിയിട്ട് പോകാമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് 45 മിനിറ്റ് ഇപ്പോൾ എൻഡ് ഓഫ് ദ എപ്പിസോഡ്. എനിക്കിത് ഇഷ്ടപ്പെട്ട ഈ എൻഡ് ഓഫ് ദ എപ്പിസോഡാണ്. ഈ 12 മിനിറ്റ് നമ്മുടെ ഈ സ്റ്റോറി എത്ര മിനിറ്റ് ഉണ്ടോ ആ സ്റ്റോറി തീർന്നു കഴിയുമ്പോൾ ഈ എന്താ പറയുന്നത് സ്ലീപ്പ് ഈ നമ്മുടെ പോക്കറ്റ് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. അതാണ് അതിനകത്ത് സംഭവം. ഇത് വെക്കുന്നത് ഇതത്തെ തൊടുക. ഇപ്പം ഞാൻ എൻഡ് ഓഫ് ദ എപ്പിസോഡ് വെച്ചാൽ അത് തൊടുമ്പോൾ ഇവിടെ കണ്ട ചന്ദ്രൻ്റെ മണ്ടയ്ക്കൊരു ലൈറ്റ് കത്തിയേക്കുന്നത് കണ്ടോ, അതാണ് അത്. ഇത് കണ്ടോ. ഇനി 12.25 മിനിറ്റ് കഴിയുമ്പോൾ എപ്പിസോഡ് സ്റ്റോപ്പ് ആവുന്നുള്ളത്. ഇപ്പം 30 മിനിറ്റ് വെച്ചേക്കുന്നെങ്കിൽ ഈ സ്റ്റോറി 12.5 മിനിറ്റേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത് ഉണ്ടോ 30 മിനിറ്റ് കഴിഞ്ഞിട്ടേ അത് ഓഫ് ആകത്തുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ ടൈമർ ഞാൻ ടൈമർ സ്റ്റോപ്പ് ആക്കിയപ്പോൾ ഇവിടുത്തെ ആ ചന്ദ്രൻ്റെ മണ്ടയ്ക്കത്തെയുള്ള ആ ലൈറ്റില്ലേ അതും പോയി. കണ്ടോ, ഒരു മനസ്സിലായില്ലേ? ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ കണ്ടോ മുകളിൽ ഒരു ചുമന്നൊരു ഡോട്ട് വരും. അപ്പോൾ ഞാനത് ഓഫാക്കുമ്പോൾ അത് പോകും. അത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നൊരു കാര്യമായിരിക്കും സ്ലീപ്പ് ടൈമർ വെക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് കേട്ടാൽ മതി. അടുത്തത് വരുന്നത് വേറെ സ്റ്റോറി ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നതായിരിക്കും, കേൾക്കാത്തതായിരിക്കും. അപ്പം നമുക്കതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഓട്ടോ അൺലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇത് ഇപ്പോഴത്തെ അപ്ഡേഷനിൽ ഫുൾ ഓണായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു സാധനമാണ് നമ്മുടെ കോയിൻസ് പോകുന്നത് നമ്മൾ അറിയാത്തത്. അപ്പം ഞാനിത് ഇങ്ങനെ തൊട്ട് നമുക്ക് ഓഫാക്കി വെക്കാം. കണ്ടോ, അപ്പോൾ ഈ ഓട്ടോ അൺലോക്ക് ഓണായി കിടക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇപ്പം അടുത്ത എപ്പിസോഡ് തീരുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന എപ്പിസോഡ് തീരുമ്പോൾ ഒരു കോയിൻസാണ് അടുത്ത എപ്പിസോഡ് ഓൺ ആവുന്നതിന്. കണ്ടോ, ഇവിടെ കിടപ്പുണ്ട് 1 coin to unlock now എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഈ ഡെയിലി സ്ട്രീക്സിൽ കൂടെ നമ്മളിപ്പോൾ ഒരു രീതിയിലും എടുക്കുന്നില്ലെങ്കിൽ ഡെയിലി സ്ട്രീക്സിൽ കൂടെ നമുക്ക് കോയിൻസ് കിട്ടും. നിങ്ങളെല്ലാം നോക്കിയാൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ ഈ എക്സാമ്പിളാണ്, ഈ ഒരു സ്റ്റോറി കേൾക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പം നിങ്ങളുടെ ഈ സംഭവം ഓണാണ്, ഈ ഓട്ടോ അൺലോക്ക് എന്നുള്ള സാധനം ഓണാണെന്നൂടെ കരുതുക. അപ്പോൾ ഈ കേൾക്കുന്ന ഒരു വ്യക്തി 79ാമത്തെ എപ്പിസോഡ് കേട്ട് കഴിഞ്ഞ് ഈ ഓട്ടോ അൺലോക്ക് എന്നുള്ള ആ ഓപ്ഷൻ ഓണാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കോയിൻ ബാലൻസിനകത്ത് 2 കോയിൻ ഉണ്ട് എന്ന് വെക്കുക. അപ്പോൾ എന്തോ സംഭവിക്കും, ഈ 80ാമത്തെ എപ്പിസോഡും നമുക്ക് കേൾക്കും, 81ാമത്തെ എപ്പിസോഡും നമുക്ക് കേൾക്കും. അങ്ങനെ നമ്മുടെ കോയിൻസ് തീർന്നു കഴിയുമ്പോൾ എന്തോ സംഭവിക്കും, അവർ പറയും ഇനി കേൾക്കാൻ ബാലൻസ് ഇല്ല, അവസാനത്തെ എപ്പിസോഡാണ് കേൾക്കുന്നതെന്ന് പറയും. നമ്മളിപ്പം സ്ഥിരം കേൾക്കുന്ന 3, 4, 5 സ്റ്റോറീസ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ പോലും ഇത് സംഭവിക്കും. നമ്മളിപ്പോൾ രണ്ടാമത് കേൾക്കുന്ന സ്റ്റോറി ആയിരിക്കും നമുക്ക് ബാക്കി കേൾക്കാനുള്ള ആഗ്രഹം വന്നിട്ട് കോയിൻ കൊടുക്കാമെന്ന് കരുതി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കോയിൻസ് കാണത്തില്ല. കാരണം ഇതിങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഇത് ഓണാക്കി കഴിഞ്ഞിട്ട് ഈ ഓട്ടോ അൺലോക്ക് എന്നുള്ള ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതെപ്പോഴും ഓണായിട്ടാണ് കിടക്കുന്നത്. ഈ പുതിയ എപ്പിസോഡ് ആദ്യമൊക്കെ ഈ സാധനം ഓഫായിട്ടായിരുന്നു കിടക്കുന്നത്. ഈ സാധനം വന്ന് ഇതൊക്കെ ഒന്ന് തൊട്ടാൽ മതി, അങ്ങ് ഓഫാകും. ഇങ്ങനെ അങ്ങ് ഓഫാക്കിയിടണം. അന്നേരം നമ്മൾ തീരുമ്പോൾ നമുക്കിനി അടുത്ത കേൾക്കാൻ ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ദിവസം കേട്ടാൽ മതിയല്ലോ. ക്യൂരിയോസിറ്റി ഉണ്ട്, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് അടുത്തത് കേട്ടാൽ മതിയല്ലോ. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ളത് അതങ്ങനെ. അപ്പം ഡെയിലി സ്ട്രീക്സിൻ്റെ അത് മനസ്സിലായല്ലോ, സബ്സ്ക്രിപ്ഷൻ മനസ്സിലായി, ഇതും മനസ്സിലായി, കോയിൻ അൺലോക്ക് ചെയ്യുന്നതും മനസ്സിലായല്ലോ. ഇനിയുള്ളത് നിങ്ങൾ ചോദിച്ചാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കോയിൻസ് ഏൺ ചെയ്യേണ്ടത്. അത് ഈ മൈ സ്റ്റോർ എന്ന് പറയുന്ന ഈ 3ാമത്തെ ഓപ്ഷനിലാണ് അത് കാണുന്നത്.
ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരുടെയും ഫോണിൽ കാണും. ചിലർ കമൻറ്റ് ഇട്ടേക്കുന്നു എൻ്റെ ഫോണിൽ കാണുന്നില്ല എന്നൊക്കെ. നിങ്ങളുടെ ഫോണിൽ എനിക്കത് ക്ലിയറായിട്ട് മനസ്സിലായില്ല. നിങ്ങളുടെ ഫോണിൽ ഈ മൈ സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. എൻ്റെ അതിപ്പോൾ ഇത്രയും കോയിൻ ബാലൻസ് ഉണ്ട്. അതിപ്പോൾ ഞാനങ്ങനെ കോയിൻ ഇട്ടിപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ചൊക്കെ കേൾക്കാൻ പറ്റുന്നുള്ളൂ. നമുക്കിങ്ങനെ ഇരുന്നിട്ട് കോയിൻസ് എടുക്കാനും, കാരണം എനിക്ക് കോയിൻസ് എടുക്കണമെങ്കിൽ നല്ലതായിട്ട് നെറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നെറ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനതുകൊണ്ട് കിട്ടുന്ന കോയിൻസ് കളയാതെയും പിന്നെ അത്യാവശ്യം കിട്ടുന്ന നെറ്റിൻ്റെ അനുസരിച്ച് ഉപയോഗിച്ചും ഒക്കെയാണ് ഇപ്പോൾ കോയിൻസ് കയറ്റി കൊണ്ടുവരുന്നത്. ഇപ്പം ഇത് കണ്ടോ, ഇവിടെ മുകളിൽ ഒരു ഓടുന്നൊരു സംഭവം കണ്ടോ, ഈ വൈറ്റ് കളർ ഗ്രീൻ കളറൊക്കെ കാണുന്നത്, അവിടെയാണ് നമുക്ക് കോയിൻസ് ബാലൻസ് കിട്ടുന്നത്. ഇപ്പം നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഈ ഒരു ഓപ്ഷൻ കാണും. ഇപ്പോൾ ഇത് കണ്ടോ, 39 രൂപ കൊടുക്കാമെങ്കിൽ 126 കോയിൻ കിട്ടും, അല്ലെങ്കിൽ 39 രൂപയ്ക്ക് 80 കോയിൻ കിട്ടും, ഇത്ര ശതമാനം ബോണസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നില്ലേ. ഈ ഓപ്ഷനൊക്കെ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഈ മേളത്തെ ഈ ഒരു സാധനവും കാണാതിരിക്കത്തില്ല. അത് കാണാത്തവരൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ പോക്കറ്റ് ആപ്പ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. കാര്യം അൺഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് പോകുമോ, ഇനി ആദ്യം മുതൽ വരുമോ എന്നൊക്കെ. അങ്ങനെയൊന്നും വരത്തില്ല. അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അത് ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം നമ്മുടെ സെയിം നമ്പറിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ കൊണ്ട് നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് ബാക്കി തുടങ്ങുന്നത്. അല്ലാതെ ഒന്നും നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കോയിൻ ബാലൻസ് നഷ്ടപ്പെട്ടു പോവുകയോ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട. പിന്നെ കണ്ടോ, ഈ ഏൺ കോയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന സാധനം, അതത്തെ തൊടുക. നമ്മൾ കരുതും പരസ്യമാണെന്ന്. അതത്തെ തൊടുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും കണ്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണുന്നത്. ഇവിടെ വന്നായിരിക്കും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മറ്റേ സംഭവം കാണത്തില്ല. കോയിൻ എടുക്കാനുള്ള സാധനം കാണത്തില്ല. പേയ്മെൻറ്റ് ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ഈ പരസ്യം പോലെ കാണുന്ന ആ സാധനത്തെ തൊടുമ്പോഴാണ് ഇതേപോലെ ഒരു വിൻഡോ വരുന്നത് കണ്ടോ. മുകളിൽ ഓഫർ വാളുണ്ട്, വാച്ച് ആൻഡ് ഏൺ ഉണ്ട്, സോഷ്യൽ മീഡിയ, ഇങ്ങനെ പറഞ്ഞൊരു സംഭവം കാണും. ഇവിടെ നിന്നാണ് നമുക്ക് കോയിൻസ് കിട്ടുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ദ സർവേ എന്ന് പറയുന്ന സംഭവത്തെ തുടങ്ങിൽ ഏൺ കോയിൻസ് എടുത്താൽ അവർ പറയുന്ന ഇത് ചെയ്തെങ്കിൽ നമുക്ക് സർവേ അതൊക്കെ ചോദ്യത്തിന് ഉത്തരവൊക്കെ പറഞ്ഞാൽ നമുക്ക് കോയിൻ കിട്ടും. അങ്ങനെ അവരുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ കോയിൻ കിട്ടും. അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, മൂന്നാമത് കാണുന്ന ഓപ്ഷൻ കണ്ടോ, ഒരു പോക്കറ്റ് എഫ്എമ്മിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ഒരു പടം കിടക്കുന്ന കണ്ടോ, അതാണ് വാച്ച് ആൻഡ് ഏൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതേത്തെ തൊടുക. അപ്പോൾ ഏൺ ഫ്രീ കോയിൻസ് എവരിഡേ. ഇപ്പോൾ എനിക്ക് എവരിഡേ കോയിൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോയിൻ്റെ പടമാണ് കാണുന്നത്. കുറച്ചാൾ മുമ്പ് എനിക്ക് 10 കോയിൻസ് കിട്ടുന്നുണ്ടായിരുന്നു. ഈ കോയിൻസ് എവരിഡേ എന്ന് കാണുന്ന ഓപ്ഷന് എനിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നു 25 കോയിൻസ് വരെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്ര മണിക്കൂർ കഴിയുമ്പോഴായിരുന്നു പിന്നെ കിട്ടുന്നത്. എന്തായാലും 25 കോയിൻ വരെ കിട്ടുവാണെങ്കിൽ തന്നെ നല്ലതല്ലേ. എന്നിട്ട് നമ്മൾ ഇതത്തെ തൊടുക, ഈ 1 കോയിൻ എന്നുള്ള ഓപ്ഷനെ തൊടുക. അപ്പോൾ ഇതേപോലെ പരസ്യം കാണിക്കും. സൗണ്ട് കേൾക്കണ്ട. ഇവിടെ ഒരു ഇതിൻ്റെ സംഭവം ഉണ്ട്, അതത്തെ തൊടുക. സൗണ്ട് കേൾക്കത്തില്ല. ഇതേപോലെ തന്നെ പ്ലേ ആകും. താഴ്വശത്ത് ഒരു ബ്ലൂ കളർ ലൈൻ കണ്ടോ, ഈ ലൈനാണ് ഇത് നമ്മളിത് മുമ്പോട്ട് പ്ലേ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്ലേ ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും മുകളിൽ ഒരു ഗുണനചിഹ്നം വരും. ഞാൻ കാണിക്കാം. കോയിൻസിൻ്റെ പല ടൈമിൻ്റെ ഉണ്ട്. നേരത്തെ ആണെങ്കിൽ എനിക്ക് പോക്കറ്റ് എഫ്എമ്മി സ്റ്റോറി കേട്ടോണ്ട് തന്നെ എനിക്കിത് കോയിൻ ഇങ്ങനെ റിലീസാക്കാമായിരുന്നു. ഇത് കണ്ട മുകളിൽ വലതുവശത്ത് റിവാർഡ് ഗ്രാൻഡഡ് എന്ന് കണ്ടോ, അതത്തെ തൊടണം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒക്കുന്നില്ല. ഇപ്പം ഞാൻ ഇത് എന്താ പറയുക, സ്റ്റോറി കേട്ടോണ്ട് ഇത് ചെയ്യുമ്പോൾ കണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ കണ്ടോ, ഇതത്തെ തൊടണം. ഇപ്പോൾ കേൾക്കുമ്പോൾ അത് പോസാകും. കേൾക്കുന്ന സ്റ്റോറി പോസായി പോകാറുണ്ട്. അതുകൊണ്ട് തൊണ്ടയ്ക്ക് ഒരു ഇത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ട് തന്നെ ഇരിക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് വരുന്നത്. ഈ ഐൻസ്റ്റീൻ്റെ തലയുടെ മണ്ടയ്ക്ക് ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതേ തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഗുണനം അത് ഫിനിഷ് ആവുന്ന ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ അതേലും തൊട്ട് കഴിയുമ്പോൾ നമുക്കിപ്പോൾ കോയിൻസ് കിട്ടുന്നത് കാണിക്കും. അത് പിന്നെ അതിങ്ങനെ വട്ടത്തിൽ കറങ്ങി കാണിച്ചതേ ഉള്ളൂ.
കോയിൻ കയറി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ നെറ്റ്വർക്ക് നമുക്ക് സ്ലോ ആണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടാകും. ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. ഇപ്പം ലെൻസ് കാർഡിൻ്റെ ഒരു പരസ്യമാണ് കാണിക്കുന്നത്. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ട് 25 സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. 2 ആളാണ് അവിടെ വരുന്നത്. ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ട് ഇടുന്നതുകൊണ്ടാണ് അത് അത്രയും ലോങ് ആയി പോയത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്നാ കഴിയുന്നത് പോലെ ആൻസർ തരാമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. കണ്ടോ, ഇവിടെ താഴെ ഇപ്പോൾ ഇങ്ങനെ 2 കോയിൻ ആഡ് സക്സസ്ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ കോയിനും ആഡായി, ഇപ്പോഴത്തെ കോയിനും ആഡായിട്ടുണ്ട്. കണ്ടോ. അപ്പം നമുക്ക് ഇനിയും വേണമെങ്കിൽ 7 മോർ കോയിൻ അടിച്ചാൽ ഇനിയും ബാക്കി വീഡിയോസ് കാണാം. ഞാൻ ഇപ്പോൾ കാണുന്നില്ല, ഞാൻ കൂടെ നേരത്തെ അടിച്ചങ്ങ് മാറുവാണ്. അപ്പോൾ ആർ യു ഷുവർ യു വിൽ മിസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഡിസ്മിസ് അടിക്കുവാണ്. അപ്പോൾ അതും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് വേറെ എന്താണ് സംശയം, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഞാൻ എന്തായാലും എന്നെ കഴിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റിൽ കൂടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ടോ ഞാൻ മറുപടി തരാം. പോക്കറ്റ് എഫ്എമ്മിൻ്റെ തന്നെ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് കൂടെ ഒന്ന് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ ബൈ, സീ യു സൂൺ.